അടുത്ത വാർത്തയിലേക്ക് പോയാൽ സിറോ മലബാർ സഭയുടെ വർഷകാല സമ്മേളനത്തിനും തുടക്കമാകുന്ന ദിവസമാണിന്ന്. മേജർ ബിഷപ്പിന്റെ ആസ്ഥാന രൂപത സംബന്ധിച്ച പ്രഖ്യാപനം ഈ സിനഡിൽ ഉണ്ടായേക്കും. നീണ്ടകാലമായി ഒഴിഞ്ഞുകിടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സഹായ മെത്രാന്മാരെയും അതിരൂപത മെത്രോപോലിത്ത സിനഡ് തിരഞ്ഞെടുക്കും. തൃശൂർ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിലിന്റെ രാജി ഈ സിനഡിൽ ഉണ്ടാകും. അതിനിടയിൽ വിശ്വാസികൾ സഭാ ആസ്ഥാനത്തിന് മുന്നിൽ പ്രതിഷേധിക്കാനും ഇടയുണ്ട്. സഹിൻ ആന്റണി വിവരങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. സഹിൻ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഇതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടത്? സേതു, സീറോ മലബാർ സഭയുടെ വർഷകാല സിനഡാണ് ഇന്ന് ആരംഭിക്കുന്നത്. ഇന്നു മുതൽ ഈ വരുന്ന 28-ാം തീയതി വരെയായിരിക്കും സിനഡ് നീണ്ടു നിൽക്കുക. ഇതിൽ ശനിയാഴ്ചയും ഞായറാഴ്ചയും മാത്രം സിനഡിന് അവധി ഉണ്ടായിരിക്കും. ഇതിനിടയിൽ തന്നെ സേതു സൂചിപ്പിച്ചതുപോലെ നിർണായകമായ ചില തീരുമാനങ്ങൾ ഈ സിനഡിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. അതിൽ തന്നെ പ്രധാനപ്പെട്ടത് മാർ ആൻഡ്രൂസ് താഴത്ത് തൃശൂർ അതിരൂപത ഭരണ ചുമതലയിൽ നിന്ന് ഒഴിവാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അദ്ദേഹത്തിന് പ്രായാധിക്യം 75 വയസ്സ് പിന്നിട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചുമതലയിൽ നിന്ന് ഒഴിവാകണമെന്ന് അദ്ദേഹം സ്വയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള സാധ്യത ഇന്ന് ആരംഭിക്കുന്ന സിനഡിൽ കാണുന്നു. മറ്റൊന്ന്, എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് 2 സഹായമെത്രാന്മാരെ കൂടി വയ്ക്കുന്നു. ജോസഫ് പാപ്ലാനിക്ക് പുറമെ 2 സഹായമെത്രാന്മാരെ കൂടി വയ്ക്കുന്നു. അവിടുത്തെ പ്രശ്നം ഏകീകൃത കുർബാനയും ജനാഭിമുഖ കുർബാനയും തമ്മിലുള്ള തർക്കം ഇങ്ങനെ നിൽക്കുകയാണ്. സഭാവിശ്വാസികളും ഒപ്പം തന്നെ ഇതിലെ വിമതരെന്ന് വിശേഷിപ്പിക്കുന്ന മറ്റൊരു ഭാവവും തമ്മിലുള്ള തർക്കം ഇങ്ങനെ നിൽക്കുന്നു. ആ തർക്കത്തിനൊരു പരിഹാരമാക്കേണ്ടതുണ്ട്. മെത്രാപ്പൊലീത്തമാർ മാറി വരുമ്പോഴും പല ഘട്ടങ്ങളിലും ഈ മെത്രാന്മാർക്ക് അവരുടെ വിശ്വാസികളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഇതൊരു ഏകോപനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്നുള്ളൊരു കുറ്റപ്പെടുത്തലും പഴിചാരലും എല്ലാം നിൽക്കുന്ന സാഹചര്യത്തിലാണ് 2 സഹായ മെത്രാന്മാരെ കൂടി വെക്കുന്നത്. എന്തായാലും കേരളത്തിനും ഇന്ത്യക്കും ഒപ്പം തന്നെ ഈ രാജ്യത്തിന് വെളിയിലുമുള്ള 54 പേരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. 54 മെത്രാന്മാർ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ വിശ്വാസപരമായ തീരുമാനങ്ങൾ ഈ സിനഡിൽ കൈക്കൊള്ളാൻ കഴിയും, അല്ലെങ്കിൽ രൂപീകൃതമാക്കാൻ കഴിയുമെന്നുള്ളൊരു ഉറച്ച വിശ്വാസം സഭാവിശ്വാസികൾക്കുമുണ്ട്. ഇതിനിടയിൽ തന്നെയാണ് ഇന്ന് വൈകുന്നേരം 3 മണിയോടുകൂടി സഭാ ആസ്ഥാനത്ത് ഏകീകൃത കുർബാന അനുകൂലികൾ അവർ ഒരു പ്രതിഷേധവുമായി എത്തുകയും ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. സേതു. ഓക്കെ, സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.